അത്രമേൽ ഉള്ളിൽ അമർഷം കൊണ്ട് നടന്നിട്ട് വാ തുറന്ന് ആ സിനഡിനകത്ത് സംസാരിക്കാൻ പറ്റാത്ത തരത്തിൽ ദുർബലരായി തീർന്നിരിക്കുന്ന മെത്രാന്മാർ ആ സിനഡിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ട്രിബ്യൂണൽ അധ്യക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം വളരെ സിമ്പിളായി പറഞ്ഞു, എന്നാ പിന്നെ ഫ്രാങ്കോ മുളയ്ക്കലിനെ ആക്കാമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വോട്ടവകാശമുള്ള ഒരു മെത്രാന് ആ മെത്രാന്റെ ഉള്ളിൽ ഇത്രമേൽ അമർഷമുണ്ട്. ആ സിനഡിനകത്ത് വാ തുറക്കാനാകുന്നില്ല, വാ തുറക്കുന്നില്ല. പിന്നെ ഈ അമർഷം വെച്ചോണ്ടിരുന്നിട്ട് പിന്നെ കാര്യമുണ്ടോ? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ധീരരായ വിശ്വാസികൾക്ക് അമർഷമുണ്ടെങ്കിൽ ആ അമർഷം ധീരതയോടെ ധൈര്യപൂർവ്വം അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ള ചങ്കൂറ്റമുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ പ്രത്യേകത. ആ പ്രത്യേകത കാണിച്ചു തന്ന ഒരു വൈദികനാണ് മുണ്ടാളച്ചൻ. അത് കാണിച്ചു തന്ന ഒരു വൈദികനാണ് മുണ്ടാളച്ചൻ. മൗണ്ട്